Good afternoon. Good afternoon, Miss. Good afternoon. നമ്മളിപ്പോ മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. Yes, ma'am. എവിടെ വരെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? Functional area, parking with covered portico. Okay. ഓക്കെ, ഇപ്പൊ ഫങ്ഷണൽ ഏരിയയില് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ അല്ലെ? ഇത് നമ്മള് ലൊക്കേഷൻ. അതിനു മുൻപ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, നീഡ് ഫോർ മോർച്ചറി പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് പറഞ്ഞു, അതുപോലെ തന്നെ പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ ഏരിയ. ഫങ്ഷണൽ ഏരിയയില് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ? പോർട്ടിക്കോ എന്താ? പോർട്ടിക്കോ പോർട്ടിക്കോ എന്ന് പറയുന്ന എൻട്രൻസ് അല്ലെ? എൻട്രൻസിനെയാണ് പോർട്ടിക്കോ എന്ന് പറയുന്നത്. അപ്പൊ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ആംപിൾ പാർക്കിംഗ് ഏരിയ വേണം അല്ലെ? മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ, ഈ പാർക്കിംഗ് സൗകര്യം എവിടെ വേണം? മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മെയിൻ പാർക്കിംഗ് ഏരിയ ഉണ്ടാവും, എന്നാൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട മോർച്ചറിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ ഏരിയ. 18 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്ത ഒരു ഏരിയ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു എൻട്രൻസ് ഏരിയ ആണ് പറയുന്നത് അല്ലെ? വെഹിക്കിൾസിന് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ദ എൻട്രൻസ് ടു ദ ബോഡി സ്റ്റോർ. ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂമിന്റെ അടുത്തേക്ക് വാഹനങ്ങൾക്ക് സുഗമമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ, എൻട്രൻസ് ഏരിയ എങ്ങനെയായിരിക്കണം? ഒരു 18 മീറ്റർ സ്ക്വയർ എൻട്രൻസ് ഏരിയ കവർ ചെയ്തിരിക്കണം. അപ്പൊ അത് ഷീറ്റ് ഉപയോഗിച്ചിട്ടോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ കവർ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ. നനഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്? കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ അല്ലെ? തൊട്ടടുത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊന്നും പെട്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്ത ഏരിയാസിലെ നിന്നും നോക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രീൻ ചെയ്യുക അല്ലെങ്കിൽ മറവെക്കുക. നെക്സ്റ്റ് പറയുന്ന വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. ആ ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് മോർച്ചറിക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. മോർച്ചറിയിലോട്ട് വരുന്ന വാഹനങ്ങൾക്ക് കയറാനും തിരിച്ചു പോകാനും വേണ്ടിയിട്ടുള്ളൊരു പാതയാണ് അല്ലെ? അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മെയിൻ എൻട്രൻസ് ഉണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ് ഉണ്ടാവില്ലേ? ആ മെയിൻ എൻട്രൻസിലോട്ടുള്ള ആ റോഡിലേക്കല്ല ഈ മോർച്ചറിയുടെ ഈ എക്സിറ്റ് പോയിന്റ് തുറക്കുന്നത്. അത് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആ മോർച്ചറിയുടെ ആ ഭാഗത്തുള്ള മറ്റേതെങ്കിലും റോഡിലേക്കായിരിക്കും ഇതിന്റെ ഓപ്പണിംഗ് കൊടുത്തിരിക്കുക. അതാണ് സെക്കൻഡറി റോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മറ്റൊരു റോഡിലേക്കായിരിക്കും അതിന്റെ ഓപ്പണിംഗ് കൊടുത്തിരിക്കുക. ആ ഹോസ്പിറ്റലിലെ മെയിൻ എൻട്രൻസ് ഉള്ള ആ റോഡിലേക്ക് ആയിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആ ഒരു എക്സിറ്റ് വരേണ്ടത് ആ സെക്കൻഡറി റോഡിലേക്കോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്കോ ആണ്. അപ്പൊ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഡെഡ് ബോഡീസ് കൊണ്ടുപോയി ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സിറ്റ് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ ആ സെക്കൻഡറി റോഡിലോട്ടുള്ള എക്സിറ്റ് പോയിന്റ് വഴിയും നമുക്ക് ഡെഡ് ബോഡീസ് പുറത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോയിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്?
ഒരു ആംബിൾ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതുപോലെ തന്നെ ആ ഒരു പാർക്കിംഗ് ഏരിയ പോലെ തന്നെ ആ ഒരു എൻട്രൻസ് വാഹനങ്ങൾക്ക് ആ ഒരു ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് വളരെ സുഗമമായിട്ട് വരാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ യാതൊരുവിധ വെറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നിറഞ്ഞ കാലാവസ്ഥയിൽ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു എൻട്രൻസ് ഏരിയ കവർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? അഡ്ജസ്റ്റന്റ് ഏരിയകളിൽ തൊട്ടടുത്ത ഏരിയകളിൽ കാണാത്ത വിധം, അതായത് ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോഴും കൊണ്ടുപോകുന്നതും ഒക്കെ കാണാത്ത വിധം ഒരു സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു മറ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഒരു എക്സിറ്റ് ഓർ എൻട്രി പോയിന്റ് മോർച്ചറിക്ക് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സിറ്റ് ആൻഡ് എൻട്രി പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ ഒന്നില്ലെങ്കിൽ ആ ഒരു മോർച്ചറിയിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലേക്കുള്ള ഒരു എക്സിറ്റ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിലോ അവിടെ മറ്റൊരു സെക്കൻഡറി റോഡ്, അതായത് മറ്റൊരു റോഡായിരിക്കും. ആ ഹോസ്പിറ്റലിലെ നോർമൽ ആയിട്ടുള്ള മെയിൻ എൻട്രൻസ് ഉള്ള ആ ഒരു റോഡിലേക്ക് ആയിരിക്കില്ല അതിന്റെ എക്സിറ്റ് പോയിന്റ് കാണിക്കുന്നത്. സെക്കൻഡറി റോഡിലേക്ക്, മറ്റൊരു റോഡിലേക്കായിരിക്കും അതിന്റെ ആ ഒരു എക്സിറ്റ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. എന്താ ചെയ്യുന്ന റിസപ്ഷൻ ഏരിയയില്? അവിടെ ഡെഡ് ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. റിസപ്ഷൻ ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡാഷ് ഈസ് എൻ ഏരിയ റിലേറ്റഡ് ടു മോർച്ചറി. ഏത് ഏരിയ ആണ് ചോദിക്കാം? ദ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. എന്താണ് ഡെഡ് ബോഡീസ് ഒബ്സർവ് ചെയ്യുന്നതും ഡോക്യുമെന്റ് എക്സാമിൻ ചെയ്യുന്ന മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ ഏതാണ് എന്ന് ചോദിച്ച ഏതാ ഏരിയ? റിസപ്ഷൻ. കേട്ടോ, റിസപ്ഷൻ ആണ് ദ പ്ലേസ് വെയർ dead bodies are observed and documents examined. വരുന്ന ഡെഡ് ബോഡിയെ നിരീക്ഷിക്കുകയും അതിനാവശ്യമായുള്ള എല്ലാ ഡോക്യുമെന്റ്സും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. അതെങ്ങനെയായിരിക്കണം? എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും എളുപ്പത്തിൽ എന്താണ് അപ്രോച്ചബിൾ ആയിട്ടുള്ളവയുമായിരിക്കണം. അല്ലെങ്കിൽ എളുപ്പത്തിൽ എന്താ ചെയ്യാൻ അപ്രോച്ചബിൾ ആയിട്ടുള്ളത് എത്തിച്ചേരാൻ പറ്റുന്നവയും അതുപോലെ തന്നെ എളുപ്പത്തിൽ എന്താണ് സമീപിക്കാൻ പറ്റുന്നവയുമായിരിക്കണം ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. റിസപ്ഷൻ ഏരിയ എന്നാണ് the place where dead bodies are observed and documents examined. എന്താണ്? ഡെഡ് ബോഡിയെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസപ്ഷൻ ഏരിയ. ഈ റിസപ്ഷൻ ഏരിയ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ സമീപിക്കാവുന്ന ഇടത്തുമായിരിക്കണം ആ ഒരു റിസപ്ഷൻ ഏരിയ വരേണ്ടത്. ാണ് ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രോളീസ് ഒക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടോ. The proper space needed for trolley bay is 3 meters square. അത് ആ 3 meters square എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അതായത് ട്രോളി ബേക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ സ്പേസ് എത്രയാണ് വേണ്ടേ? 3 meters square ഏരിയയാണ് ട്രോളി ബേക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഏരിയ, 3 meters square. ഓക്കെ. The trolley is used for transportation of the dead body. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രോളി എന്തിനാണ് ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ട്രോളി ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഡെഡ് ബോഡിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ട്രോളീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. ഇത് എന്തിന്റെ പരിധിക്കുള്ളിലായിരിക്കണം? റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കണം ഈ ട്രോളി ബേയുടെ സ്ഥാനം വരേണ്ടത്. കാരണം എന്താണ്? റിസപ്ഷനിലല്ലേ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് വരുന്നതും. അപ്പോൾ ഡെഡ് ബോഡീസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അകത്തുള്ളവയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നവയാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ റിസപ്ഷൻ ആണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കണം ഈ ട്രോളിയുടെ സ്ഥാനം വരേണ്ടത്. അപ്പൊ ട്രോളി ബേ എന്താ പറഞ്ഞത്? ഒരു പ്രോപ്പർ സ്പേസ്. ട്രോളി ബേക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ സ്പേസ് എത്ര സ്പേസ് ആ? ശരിയായ സ്പേസ് എത്രയാ വേണ്ടേ? 3 meters square ആണ്. ഈ ട്രോളി എന്തിനാ ഉപയോഗിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസിന്റെ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തിന്റെ പരിധിക്കുള്ളിലായിരിക്കണം? ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കണം ട്രോളി ബേയുടെ സ്ഥാനം വരേണ്ടത്. റിസപ്ഷൻ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ട്രോളി ഉപയോഗിച്ച് ഡെഡ് ബോഡീസിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അകത്തുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡീസ് ആണെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ, കാത്തിരിപ്പ് സ്ഥലം അല്ലെ. അപ്പൊ വെയിറ്റിംഗ് റൂം ഫോർ 15 meters square. എത്ര ഏരിയ ഉള്ള വെയിറ്റിംഗ് റൂമാ വേണ്ടത്? വെയിറ്റിംഗ് റൂം ഓഫ്
15 meter square ഏരിയ ഉള്ള ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. ഈ സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. അവരുടെ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും അതുപോലെ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു മൃതശരീരവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ബന്ധുക്കള്, അപ്പൊ അവർക്കൊക്കെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പ് സ്ഥലം, അതിനൊരു വെയിറ്റിംഗ് ഏരിയയാണ് വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എത്ര ഏരിയ വേണം എന്ന് പറഞ്ഞേ? 15 meter square ഏരിയ വെയിറ്റിംഗ് റൂമിനായിട്ട് വേണം. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്? വെയിറ്റ് ചെയ്ത് ആർക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാ? അവിടെ വരുന്ന സന്ദർശകർക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആ മരിച്ചവരുടെ ആ ബന്ധുക്കൾക്കും ഒക്കെ എന്താണ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് വെയിറ്റിംഗ് റൂം അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 എണ്ണം ക്ലിയർ ആയോ? ആ 4 ഫങ്ഷണൽ ഏരിയാസും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ. സ്റ്റോറേജ് ഏരിയയില് നമുക്ക് സ്റ്റോറേജ് ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ അല്ലെ, അല്ലെങ്കിൽ സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്താണ്? അറ അല്ലെ, ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അറയാണ് സ്റ്റോറേജ് ചേംബേഴ്സ്. അപ്പൊ അവിടെയാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിലാണ്? കോൾഡ് ചേംബേഴ്സിലാണ് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കോൾഡ് ചേംബേഴ്സ് തണുത്താണ് അല്ലെ, തണുത്ത ചേംബേഴ്സ് ആണ്, കോൾഡ് ചേംബേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അവിടെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനനുസരിച്ച് ആ ഒരു കോൾഡ് ചേംബേഴ്സിനെ 2 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റോറേജ് ചേംബർ എന്തിനാണ്? ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് സ്റ്റോറേജ് ചേംബേഴ്സ്. ഇത് അവിടെ കോൾഡ് ചേംബേഴ്സ് ആണുള്ളത്. ആ കോൾഡ് ചേംബേഴ്സിനെ 2 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ, സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കുക, പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. ഓക്കെ, എളുപ്പമാണ്, വലിയ ഇതൊന്നുമില്ല, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലും മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ നോക്കിയേ, ബോഡീസ് ആർ kept between 2 degrees Celsius and 4 degrees Celsius. ബോഡി എത്രയിലാണ് കീപ്പ് ചെയ്യുന്നത്? 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലായിട്ടാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഏത് ടെമ്പറേച്ചർ ഏതിലുള്ളതാ? പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ആ ഒരു 2 and 4 എന്ന് പറയുന്നത് എങ്ങനത്തെ നമ്പർ ആണ്? പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? 2 and 4 ഒക്കെ നമ്മുടെ 0 തുടങ്ങി മുകളിലേക്കുള്ള നമ്പേഴ്സ് 1, 2, 3 ഒക്കെ എങ്ങനെയുള്ള നമ്പേഴ്സാ? എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ്? പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ, പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് പേര് വന്നിരിക്കുന്നത്. അത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. 2 ആണെങ്കിലും 2 degrees Celsius, 4 degrees Celsius എന്ന് പറയുന്നതൊക്കെ ഒരു പോസിറ്റീവ് നമ്പറിൽ വരുന്നത് കൊണ്ടാണ് അവിടെ അതിന്റെ പേര് വന്നിരിക്കുന്നത് തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ എന്നാണ്. അങ്ങനെ കണക്ട് ചെയ്തും നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ അവിടെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമ്പർ ആയിരിക്കും വന്നിരിക്കുക. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ പോസിറ്റീവ് ആയിട്ടുള്ള 2 degrees Celsiusഉം 4 degrees Celsiusഉം ആയിരിക്കും നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാലോ. അപ്പൊ 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലായിരിക്കും ഇവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്തത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ. While this is usually used for keeping bodies for up to several weeks, കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസിനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. While this is usually used for keeping dead bodies for up to several weeks, കുറച്ച് ആഴ്ചകളോളം ഡെഡ് ബോഡീസ് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. It does not prevent decay. ഇതെന്തിനെ തടയുന്നില്ല എന്നാ പറയുന്നത്? ഡീകേ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടന്നത് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ തടയുന്നില്ല, പ്രിവെന്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് പ്രിവെന്റ് എന്നാ പറയുന്നത്, തടയുന്നില്ല. മറിച്ച് which continues at a slower rate than at room temperature. റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു ഡികമ്പോസിഷൻ നടക്കുന്ന അത്രയും റേറ്റിൽ നടക്കുന്നില്ല, എന്നാൽ ചെറിയ രീതിയിൽ ഒരു സ്ലോവർ റേറ്റിൽ അവിടെ ഡികമ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
കിട്ടുന്നുണ്ടോ? പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എന്താ പറഞ്ഞത്? അവിടെ ബോഡീസ് കീപ്പ് ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചർ റേഞ്ചിലാണ്? 2 ഡിഗ്രി സെൽഷ്യസ് ആണ് 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഇത് എത്ര കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ഡെഡ് ബോഡീസ് ഈ ഒരു ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? പ്രിവെന്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ അല്ലെ? പ്രിവെന്റ് ചെയ്യുന്നില്ല. ഡീകമ്പോസിഷൻ ഡീകേ നടക്കുന്നതിനെ തടയുന്നില്ല. മറിച്ച് എന്താ? ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന അത്രയും ആ ഒരു റേറ്റിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സ്ലോവർ റേറ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡീകമ്പോസിഷൻ ചെറിയ രീതിയിലുള്ള സ്ലോവർ റേറ്റിലാണ് ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ കിട്ടിയോ? Okay. Next one ആണ് negative temperature. Bodies are kept between -15 degree Celsius and -25 degree Celsius ആണ് കേട്ടോ. നിങ്ങളുടെ മൈനസ് ഇല്ലെങ്കിൽ അതൊന്ന് ചേർത്തേക്കുക. -15 degree Celsius and -25 degree Celsiusനും ഇടയിലായിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. Okay, dead bodies are kept at between -15 degrees Celsius and -25 degrees Celsius. And usually used at forensic instituteകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. പാർട്ടിക്കുലർലി when a body has been identified, ഡെഡ് ബോഡീസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കുറെ നാള് നമുക്ക് ഈ ഡെഡ് ബോഡീസ് സ്റ്റോറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. At this temperature the body is completely frozen. ഈ ഒരു ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മരവിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ആൻഡ് decay is totally stopped. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഫ്രീസറിന്റെ ഉള്ളിൽ വെച്ച് നല്ല രീതിയിൽ അത് തണുത്ത് അല്ലെങ്കിൽ അത് കട്ടയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ എന്തെങ്കിലും അതിപ്പോ ചീത്തയാവോ? ഇപ്പൊ നമ്മുടെ പാലോ ഐറ്റംസ് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുന്ന ഐറ്റംസ് ആണെങ്കിൽ കൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തെടുത്ത് വെക്കുമ്പോഴാണ് അത് പിന്നെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ചീത്തയാവാൻ തുടങ്ങുന്നത് അല്ലെ. അതേസമയം ആ ഫ്രീസറിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് അത് പിന്നെ എത്ര ദിവസം ഇരുന്നാലും അതേ സ്റ്റേജിൽ തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ആ ഡെഡ് ബോഡീസ് വളരെ അധികം ഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അവിടെ ഡികമ്പോസിഷൻ ഒക്കെ കംപ്ലീറ്റ്ലി എന്താണ്? ടോട്ടലി സ്റ്റോപ്ഡ് ആയിരിക്കും. അവിടെ ഡികമ്പോസിഷൻ ഒന്നും നടക്കുന്നില്ല. എന്നാൽ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അങ്ങനെയാണോ പറഞ്ഞത്? ആണോ? പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അവിടെ ചെറിയ രീതിയിൽ എന്താണ്? ഡികമ്പോസിഷൻ സ്ലോവർ റേറ്റിൽ നടക്കുന്നുണ്ട്. അവിടെ ഡികമ്പോസിഷനെ തടയുന്നില്ല, ചെറിയൊരു സ്ലോവർ റേറ്റിൽ അവിടെ ഡികമ്പോസിഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ ഡികമ്പോസിഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താ? ഡെഡ് ബോഡീസ് ഫുള്ളായിട്ട് ഫ്രോസൺ, കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള ഡീകമ്പോസിഷൻ ഉണ്ടാവാറില്ല. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും രണ്ടും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴോ -15 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താണ്? അവിടെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാത്തത്? ഏതിലാണ്? പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ഡീകേ അല്ലെങ്കിൽ ഡികമ്പോസിഷനെ തടയുന്നില്ല, മറിച്ച് ഒരു സ്ലോവർ റേറ്റിൽ ആ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവിടെ ഡെഡ് ബോഡീസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ ടോട്ടലി സ്റ്റോപ്ഡ് ആയിരിക്കും. കിട്ടിയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ ക്ലിയർ ആയോ? നെക്സ്റ്റ് 6th വൺ ആണ് പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂം നമുക്കറിയാം, പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഈ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടംസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു റൂം ഒക്കെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോസ്റ്റ്മോർട്ടം റൂം ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി. പോസ്റ്റ്മോർട്ടം റൂം നമ്മുടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ പോലെ ടെക്നിക്കലി ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്.
The major difference between mortuary and operation theatre is that in operation theatre, utmost care is required to avoid outside infection that enters inside, and in mortuary is needed to make sure that inside infection does not spread out. ഇവിടെ ആ ഒരു മേജർ ഡിഫറൻസ്, അതായത് പോസ്റ്റ്മോർട്ടം റൂമും അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ അവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഡെഡ് ബോഡീസിനെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഇൻഫെക്ഷൻസ് ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും പുറത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനാണ് സൂക്ഷിക്കേണ്ടത്, ആണോ? അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലോ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഒന്നും പുറത്തു നിന്നും അകത്തേക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതല്ലേ രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? അതായത് പോസ്റ്റ്മോർട്ടം റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ടെക്നിക്കലി സിമിലർ ആണെങ്കിൽ കൂടി രണ്ടും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റൂം ആണെങ്കിൽ അവിടെ ഡെഡ് ബോഡീസ് ആയതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്ന് ഇൻഫെക്ഷൻസ് എന്താണ്, പുറത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ എങ്ങനെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വളരെ എന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ അത്രയും സൂക്ഷിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പുറത്തുള്ള ഇൻഫെക്ഷൻസ് ഈ ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തേക്ക് കയറാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ഒരു മേജർ ഡിഫറൻസ് പറയുന്നത്. കിട്ടിയോ? ക്ലിയർ ആയോ? ആ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 7th ആണ് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. ഒരു ഓഫീസ് റൂം ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനും അതൊക്കെ പ്രോസസ് ചെയ്യാനും കാര്യങ്ങളുമായിട്ട് ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസ് റൂം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് വൺ നോക്കി, ഒരു ഡോക്ടേഴ്സ് റൂം വേണം. ഡോക്ടേഴ്സ്, സർജൻസ് പോലെയുള്ള മറ്റ് ഡോക്ടേഴ്സ് ഒക്കെ അല്ലേ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ഡോക്ടേഴ്സ് റൂം ആവശ്യമാണ്. ഒരു സ്റ്റോർ റൂം ആവശ്യമാണ്. അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഐറ്റംസ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ, ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ റൂം വേണം. അതുപോലെ റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസിനും ടെക്നീഷ്യൻസിനും സ്പെഷ്യൽ റൂം വേണം. ചേഞ്ചിങ് റൂം വേണം. ചേഞ്ചിങ് റൂം എന്തിനാണ്? ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ അവരതിന് പ്രത്യേകമായിട്ടുള്ള ഗൗൺ പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ അവർക്ക് മാറ്റി ഒരു നോർമൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടി, ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിങ് റൂം ആവശ്യമാണ്. ലാസ്റ്റ് വരുന്ന 12th ആണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് സൗകര്യവും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ഏരിയയാണ്. എന്തൊക്കെയാ ആവശ്യമായിട്ടുള്ള ഏരിയസ് ഏതൊക്കെയാണ്? ഒരു 12 ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞത് അല്ലെ. ഫസ്റ്റ് വൺ ആണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് വൺ എന്താ പറഞ്ഞേ? റിസപ്ഷൻ ഏരിയ. തേർഡ് വൺ ട്രോളി ബേ. ഫോർത്ത് വൺ ഏതാ? വെയിറ്റിംഗ് ഏരിയ. ആൻഡ് ഫിഫ്ത് വൺ സ്റ്റോറേജ് ചേംബർ. ദെൻ സിക്സ്ത് വൺ എന്താ? പോസ്റ്റ്മോർട്ടം റൂം വേണം. അതുപോലെ തന്നെ ഓഫീസ് റൂം വേണം, ഡോക്ടേഴ്സ് റൂം വേണം. നയൻത് വൺ ഏതാ? സ്റ്റോർ റൂം വേണം. ദെൻ 10th വൺ റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ദെൻ 11th വൺ എന്താ? ചേഞ്ചിങ് റൂം വേണം. ആൻഡ് 12th വൺ ആണ് ടോയ്ലറ്റ്സ്. ഇത്രയും ഫങ്ഷണൽ ഏരിയാസ് ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ്. ഫങ്ഷണൽ ഏരിയാസ് എല്ലാം ക്ലിയർ ആയോ? ഫങ്ഷണൽ ഏരിയാസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ടൈപ്സ് ആണ്. അപ്പൊ അതിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മോർച്ചറി ആണ് പഠിക്കാനുള്ളത്. നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ ആണ് പറയേണ്ടത്. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ എന്താ പറയുന്നത്? അവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? -15 ഡിഗ്രി സെൽഷ്യസും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് നമ്പർ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പേര് വന്നിരിക്കുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ എന്നാണ്. ഇതെന്താണ്? ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ നാള് നമുക്ക് ഡെഡ് ബോഡീസ്
കീപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഡീകമ്പോസിഷൻ ഒന്നും നടക്കാൻ പാടില്ല അല്ലെ. കുറെ നാളുകളോളം ഈ ഡെഡ് ബോഡി കീപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അത്രയധികം കുറവായിരിക്കണം കൊടുക്കേണ്ടത്, അത്രയധികം കോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ആ ബോഡീസ് എന്താണ്, ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ വെക്കുന്ന സമയത്ത് ആ ഡെഡ് ബോഡീസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും, പൂർണ്ണമായിട്ടും അത് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അവിടെ ഡീകമ്പോസിഷൻ എന്താണ്, ടോട്ടലി സ്റ്റോപ്ഡ് ആയിരിക്കും, പൂർണ്ണമായിട്ടും അത് നിർത്തിവെച്ചിരിക്കുകയായിരിക്കും. ഡീകമ്പോസിഷൻ യാതൊരു കാരണവശാലും ഈ ചേമ്പറിൽ ഇരിക്കുന്ന സമയത്ത് നടക്കുന്നില്ല. ഓക്കെ, കിട്ടിയോ നബിയ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഒരു 3 ടൈപ്പ് ഓഫ് മോർച്ചറി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി, ആൻഡ് തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ ഇത് 3ഉം സിമ്പിൾ ആണ്. ടൈപ്സ് ഓഫ് മോർച്ചറി മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുള്ളൂ. ഫസ്റ്റ് വൺ നോക്കി, വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി is a mortuary building planned specifically for the purpose affirming that deceased persons are truly dead. ഇവിടെ വെയിറ്റിംഗ് മോർച്ചറി എന്താ പറയുന്നത്, is a mortuary building. ഇതൊരു മോർച്ചറി ബിൽഡിംഗ് ആണ്, ഒരു പ്രത്യേക പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. For the purpose affirming that deceased persons are truly dead. Deceased persons എന്ന് പറഞ്ഞാൽ ആരാ, മരണമടഞ്ഞ വ്യക്തികൾ അല്ലെ. മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ, അതാണ് അഫേർമിങ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക. അപ്പൊ യഥാർത്ഥത്തിൽ ആ മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക്കലി പ്ലാൻഡ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മരണമടഞ്ഞ വ്യക്തി യഥാർത്ഥത്തിൽ അവർ മരണം അടഞ്ഞിട്ടുണ്ടോ അതൊന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരു മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മരണം അടഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചു, അതായത് തൊട്ടടുത്ത സമയത്ത് മരിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ശരിയായ രീതിക്ക് മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി തെളിയിക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Okay, then before the emergence of modern methods of verifying death, അതായത് ഇപ്പൊ നമ്മുടെ മോഡേൺ മെത്തേഡ്സിൽ പല മെത്തേഡുകളിലൂടെ നമുക്ക് ഡെത്ത് അല്ലെങ്കിൽ മരണം ഉറപ്പുവരുത്താൻ പറ്റും അല്ലെ. എന്നാൽ അതൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ്, അതായത് മരണം സ്ഥിരീകരിക്കാനുള്ള മോഡേൺ മെത്തേഡ്സ് ഉണ്ടാകുന്നതിന് മുൻപ് people feared that they would be buried alive. Buried എന്ന് പറഞ്ഞാൽ എന്താ, buried എന്ന് പറഞ്ഞാൽ എന്താ, അടക്കം ചെയ്യുക അല്ലെ. അടക്കം ചെയ്യുന്നതിന്, അതായത് അവരുടെ ആളുകൾക്ക് എന്തായിരുന്നു, ഇങ്ങനെയുള്ള മോഡേൺ മെത്തേഡ്സ് ഒക്കെ വരുന്നതിന് മുൻപ് ആളുകൾക്ക് ഭയമായിരുന്നു, ഫിയർ ആയിരുന്നു, ഒരു പേടിയായിരുന്നു. അവർക്ക് എന്താണ്, they would be buried alive, അവരെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. So to lessen such fears, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആ ഭയത്തെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് the lately deceased, അതായത് ഈ അടുത്ത് മരണപ്പെട്ട ആളുകളെ എന്ത് ചെയ്യും, housed for a time in waiting mortuary, waiting mortuary സൂക്ഷിക്കും. When attendants would watch for signs of life, attendants are അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, അത് വാച്ച് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ആ ഒരു ഡെഡ് ബോഡി അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത്, ആ ഡെഡ് ബോഡി എന്തെങ്കിലും രീതിയിലുള്ള ജീവന്റെ അടയാളങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പ് അവരിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഡന്റിനെ അവിടെ നിരീക്ഷിക്കാനായിട്ട് വച്ചിരിക്കും. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ ആ ഒരു ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്ന സമയം ആ അറ്റൻഡൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. കോപ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, മൃതശരീരം അല്ലെങ്കിൽ ശവശരീരം, മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം എന്നാണ് കോപ്സിന്റെ മീനിങ് കേട്ടോ. would be allowed to decompose partially prior to burial. Burial എന്നാണ് കേട്ടോ, BURIAL കേട്ടോ, burial.
the corpses would be allowed. ആ ഒരു മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം എന്ത് ചെയ്യുന്നു, എന്തിനനുവദിക്കുന്ന പറഞ്ഞേ, ഡീകമ്പോസിഷൻ, പാർഷ്യലി ഡീകമ്പോസിഷന് അനുവദിക്കും. എന്തിനു മുൻപായിട്ട്, അടക്കം ചെയ്യുന്നതിന് മുൻപായിരുന്നു. പ്രയർ ടു ബ്യൂറിയൽ, അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ ഇവരെ സൂക്ഷിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിലുള്ള ഒരു ഡീകമ്പോസിഷന് അതിന് ആ ഡെഡ് ബോഡിയെ അനുവദിക്കുന്നു. അങ്ങനെ അനുവദിക്കുന്നതിന്റെ നമുക്കറിയാം, ഡീകമ്പോസിഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും അല്ലെ, ഡെഡ് ബോഡീസിന്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ സ്മെല്ല് വരാൻ തുടങ്ങും. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ആ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനായിട്ട് ഉണ്ടായി തുടങ്ങും അല്ലെ. അപ്പൊ അത് തന്നെയാണ് കാരണം. കാരണം എന്താ, ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർ യഥാർത്ഥത്തിൽ മരിച്ചാണെങ്കിൽ ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോൾ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമലായിട്ട് അല്ലെ ഡീകമ്പോസിഷൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡീകമ്പോസിഷൻ തുടങ്ങുന്നത് ചെറിയ രീതിയിൽ എന്താണ്, അടക്കം ചെയ്യുന്നതിന് മുൻപ് ഇതിനുള്ള ഡീകമ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുവദിക്കുന്നുണ്ട്. കോർപ്സസ് എന്ന് പറഞ്ഞാൽ മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്ന് നോക്കി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ, മോർച്ചറി ബിൽഡിംഗ് പ്ലാൻ സ്പെസിഫിക്, ഒരു പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുള്ള, പ്രത്യേകം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് അഫേമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺസ്, മരണമടഞ്ഞ വ്യക്തികള് ട്രൂലി ഡെഡ്, യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്, അഫേമിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉപയോഗിക്കുന്നത്. ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ഡെത്ത്, മരണം സ്ഥിരീകരിക്കാനായിട്ട് പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നതിൽ വരുന്നതിന് മുൻപ് ആളുകൾക്ക് പേടിയായിരുന്നു. എന്താണ്, അവരെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ഭയത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു ലെസൺ ദ ഫിയേഴ്സ്, സച്ച് ഫിയേഴ്സ്, ഈ ഭയത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തൊട്ടടുത്ത മരണപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് ആക്കുകയും ആ വെയിറ്റിംഗ് മോർച്ചറിയിൽ അറ്റൻഡൻസ് അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, വാച്ച് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഡെഡ് ബോഡിയെ നിരീക്ഷിക്കുകയും ആ ഡെഡ് ബോഡി എന്തെങ്കിലും ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളോ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കോർപ്സസ് അല്ലെങ്കിൽ മൃതദേഹം അല്ലെങ്കിൽ ശവശരീരങ്ങൾ എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ചെറിയ രീതിയിൽ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ അനുവദിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്, ചെറിയ രീതിയിലുള്ള സ്മെൽ വ്യത്യാസമോ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഇവർ മരിച്ചതാണ് അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു പാർഷ്യലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഡീകമ്പോസിഷൻ അനുവദിക്കുന്നുണ്ട് ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിലുള്ള സമയത്ത്. കിട്ടിയോ, വെയിറ്റിംഗ് മോർച്ചറി ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. Hospital mortuary നോക്കി. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. It employs salaried personnel called mortuary disinfection service agents or morticians. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് അത് എന്തിനോടൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞേ, ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കെയർ സെന്ററുകൾ ഉണ്ടല്ലോ, അതുപോലെ ഹോസ്പൈസ് പുനരധിവാസ കേന്ദ്രങ്ങള്, ഒരു റിട്ടയർമെന്റ് ഹോമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ മോർച്ചറി ഇപ്പൊ കെയർ ഹോമുകളിലായിക്കോട്ടെ, കെയർ സെന്ററുകളിലോ റിട്ടയർമെന്റ് ഹോമുകളിലോ അല്ലെങ്കിൽ ഹോസ്പൈസ് പുനരധിവാസ കേന്ദ്രങ്ങളിലോ മറ്റു ഹോസ്പിറ്റലിലൊക്കെ വെച്ച് മരണപ്പെടുന്ന ആളുകളെ മാറ്റുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനോടൊക്കെ സാന്നിധ്യത്തിലുള്ളതാണ്, ഹോസ്പിറ്റലോ കെയർ സെന്ററോ അല്ലെങ്കിൽ ഹോസ്പൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടയർമെന്റ് ഹോമുകളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇറ്റ് എംപ്ലോയ്സ് സാലറിഡ് പേഴ്സണൽസ്. അതായത് ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയില് സാലറിഡ് ആയിട്ടുള്ള ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് ഓർ മോർട്ടീഷ്യൻസ്. മോർട്ടീഷ്യൻസ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അതാരാണ്? ഇറ്റ് എംപ്ലോയ്സ് സാലറീഡ് പേഴ്സണൽസ്. ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയില് വർക്ക് ചെയ്യുന്ന, സാലറിയോട് കൂടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. ഓക്കെ,
Then hospital mortuaries are part of hospital services. Hospital service-ലെ ഒരു ഭാഗമാണ് hospital mortuary എന്ന് പറയുന്നത്. A hospital mortuary may be delegated as an autopsy site for forensic purposes. ഇനി hospital mortuary-ലെ delegate ചെയ്യാന്ന് പറയുന്നത് ചുമതലപ്പെടുത്തിയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ചുമതലപ്പെടുത്തിയിട്ടുള്ള as an autopsy site for forensic purposes. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചുമതലയുള്ള ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനോടൊക്കെ അടുത്താണ്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കെയർ സെന്റർ, ഒരു ഹോസ്പൈസ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഇതിൽ എവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് ആയിട്ടുള്ള ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി സേവനം. ഹോസ്പിറ്റൽ മോർച്ചറിയിലെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. കിട്ടിയോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയണം. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റല്, കെയർ സെന്റർ, ഹോസ്പൈസ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലെ സാലറീഡ് ആയിട്ടുള്ള ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഈ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ ചുമതല എന്താണ്? ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ക്ലിയർ ആയോ നവ്യ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻ റൂറൽ ഏരിയാസ് where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. ഇനി ഒരു റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. ഒരു ഗ്രാമപ്രദേശങ്ങളില് അവർക്ക് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഗ്രാമപ്രദേശത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? തൊട്ടടുത്ത് അവരുടെ ആ ഒരു ഡെഡ് ബോഡി അടക്കം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യം നിയർ ബൈ ഏരിയയിൽ തൊട്ടടുത്ത ഏരിയാസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി റിസീവ് ദ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ആ ഡെഡ് ബോഡിയെ സ്വീകരിക്കും. ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഹു ഡൈഡ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഓൺ വിസിനിറ്റി. ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയുടെ പരിധിക്കുള്ളിലാണ് ആ ഒരു റൂറൽ ഏരിയ വരുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു ഡെഡ് ബോഡി അവർ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് സ്വീകരിക്കും. ഇറ്റ്സ് ഓൺ വിസിനിറ്റി എന്ന് പറഞ്ഞാൽ നിയർ ബൈ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഫോർ എ ഫീ, എന്താണ്? ഒരു ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് ആ റൂറൽ ഏരിയാസിൽ ഇങ്ങനെയുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അവർക്ക് അവിടെ തൊട്ടടുത്ത ഏരിയാസിൽ ഇങ്ങനെ അടക്കം ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ മോർച്ചറി, അവരുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവർക്ക് ഈ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്. ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് ആ ഫീസോട് കൂടി അവിടെ ആ ഒരു ഡെഡ് ബോഡി അവർക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന സമയത്ത് അവർ ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഹോസ്പിറ്റലുകാരുടെ അവരുടെ ആ ഒരു പരിധിക്കുള്ളിലുള്ളതായിരിക്കണം ആ ഒരു റൂറൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, വിസിനിറ്റി എന്ന് പറഞ്ഞാൽ നിയർ ബൈ കേട്ടോ, നിയർ ബൈ ഏരിയ എന്നുള്ളത് മീനിങ് ആണ്. അപ്പൊ റൂറൽ ഏരിയയിലുള്ളതാണെങ്കിൽ റൂറൽ ഏരിയയിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള ബ്യൂറിയൽ അല്ലെങ്കിൽ അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് അവർക്ക് ചെയ്യാനുള്ള സ്ഥലം ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആ ഒരു സൗകര്യം ലഭ്യമാകുന്നത് വരെ ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവർക്ക് ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്. കിട്ടിയോ പോയിന്റ്? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് തേർഡ് ടൈപ്പ് ഓഫ് മോർച്ചറി ആണ്
പ്രൈവറ്റ് മോർച്ചറി, പേരിൽ നിന്ന് തന്നെ അറിയാലോ അതൊരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറിയൽ ഓർ ക്രിമേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ബ്യൂറിയൽ അല്ലെങ്കിൽ ക്രിമേഷൻ, അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ശവസംസ്കാരം, ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം അല്ലെ, ശവസംസ്കാരം ചെയ്യുന്നതിന് മുൻപോ ആ ചടങ്ങുകൾക്ക് മുൻപായിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. വീടുകളിൽ മരണപ്പെടുന്ന കേസുകൾ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ, വീടുകളിൽ മരണപ്പെടുന്ന കേസുകളിലുള്ളവരെയാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് മരണപ്പെട്ടു, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ പുറത്താണ് അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ എടുക്കും നാട്ടിലെത്താൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയുടെ സഹായം തേടാവുന്നതാണ്. ആ പ്രൈവറ്റ് മോർച്ചറിയിൽ നമുക്ക് അവരുടെ ഡെഡ് ബോഡീസ് അവരുടെ ആ ഒരു ഫീസൊക്കെ അവിടെ ഈടാക്കും കേട്ടോ. ഫീസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെഡ് ബോഡീസ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് എത്ര ദിവസം വേണമെങ്കിലും അവിടെ നമുക്ക് സ്റ്റോർ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അവരുടെ ആ ഒരു ആളുകൾ റിലേറ്റീവ്സ് നാട്ടിലെത്തി ആ ഒരു മരണാനന്തര ചടങ്ങുകൾ തുടങ്ങുന്നത് വരെ നമുക്ക് ആ ഒരു പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കി. Unlike in hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infectious diseases. ഇനി നമ്മുടെ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി പോലെയല്ല ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ട് മരിച്ചവരാണെങ്കിലും അവർ സ്വീകരിക്കും. എന്നാൽ പ്രൈവറ്റ് മോർച്ചറിയിൽ ഇവരെന്ത് സ്വീകരിക്കില്ല എന്ന് പറയുന്നത്, may not receive the bodies of individuals who died of certain infectious diseases. പ്രത്യേക തരം ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസുകളാൽ മരണപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമ്മുടെ ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പൊ പ്രൈവറ്റ് മോർച്ചറിയിൽ അവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ എന്താ, സ്വാഭാവികമായിട്ട് വീടുകളിലൊക്കെ വെച്ച് മരണം സംഭവിക്കുന്നവരൊക്കെയാണ് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അവര് അങ്ങനെയുള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെയാണ് അവർ സ്വീകരിക്കുള്ളൂ. അതേസമയം ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഏത് രീതിയിലുള്ള മരണം സംഭവിച്ചവരാണെങ്കിലും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ പ്രൈവറ്റ് മോർച്ചറിയിൽ അവരിങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് വന്നൊക്കെ മരണപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഒന്നും ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ സ്വീകരിക്കില്ല. Then all private mortuaries are run by funeral homes. എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും റൺ ചെയ്യുന്നതിൽ അതിന്റെ നടത്തിപ്പ് ആരുടെ കീഴിലാണ്? ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലാണ്. ഈ ഫ്യൂണറൽ ഹോംസ് എന്താണെന്ന് എഴുതി വെച്ചേ നിങ്ങള്. ഫ്യൂണറൽ ഹോംസ്, a funeral home or funeral parlor, a funeral home or funeral parlor, a funeral home or funeral parlor, a funeral home or funeral parlor is a business, a funeral home or a funeral parlor is a business that provides burial and funeral services. Burial, B-U-R-I-A-L, burial and funeral services. Burial, B-U-R-I-A-l, burial and funeral services. Burial and funeral services for the dead and their families. For the dead and their families. For the dead and their families. A funeral home or funeral parlor is a business that provides burial and funeral services for the dead and their families. For the dead and their families.
ഒന്നുകൂടി പറയണം. Okay. A funeral home or funeral parlor is a business that provides burial and funeral services. Burial and funeral services for the dead and their families. For the dead and their families. For the dead and their families. പാർലർ എവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ കണ്ടോ, ആ ഒരു പ്രൈവറ്റ് മോസ്റ്ററുടെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസിൽ എഴുതിയിട്ടുണ്ട് ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ, PARLOUR പാർലർ. ഓക്കെ, അപ്പൊ നോക്കി ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എ ബിസിനസ് അല്ലെ, ഇതൊരു ബിസിനസ് ആണ്. എന്താ അവിടെ ചെയ്യുന്നത്, ബ്യൂറിയൽ അതായത് അടക്കം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഫ്യൂണറൽ സർവീസസ് ഒക്കെയാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് ശവസംസ്കാര ചടങ്ങുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നൽകുന്ന ഒരു ബിസിനസ് ആണ് എന്ത്, ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ഡെഡ് ആൻഡ് ദിയർ ഫാമിലീസ്, മരണപ്പെട്ടവർക്കോ അവരുടെ റിലേറ്റീവ്സ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ ഈ ഒരു അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ മരണാനന്തര ചടങ്ങുകളും ഇവരുടെ ഒരു സേവനമായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ ഒരു ബിസിനസ് പരമായിട്ടുള്ള സേവനം തന്നെയാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ പുറമെയാണ് ഇത് കൂടുതലും കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താണ്, ഒന്ന് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൈവറ്റ് മോസ്റ്ററി പോലെയുള്ള കാര്യങ്ങൾ സേവനം ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവരുടെ അടക്കം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മറ്റു മരണാനന്തര ചടങ്ങുകളൊക്കെ ഇവരെന്ത് ചെയ്യും, നേതൃത്വം നൽകി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ. പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു എന്താണ്, പ്രൈവറ്റ് അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്, അവർ പ്രൈവറ്റ് മോസ്റ്ററി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മരണാനന്തര ചടങ്ങുകളൊക്കെ അവർ നേതൃത്വം നൽകി ആ സേവനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. So all private mortuaries are run by funeral homes. Funeral homes-ന് കീഴിലാണ് അല്ലെങ്കിൽ അവയാണ് ഇവയെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും എന്തിന് കീഴിൽ വരുന്നതാണ്, ഫ്യൂണറൽ ഹോംസിന് കീഴിൽ വരുന്നതാണ്. ഈ പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ സർവീസസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോമിന്റെ ഒരു എക്സ്റ്റേണൽ സർവീസിൽ വരുന്നതാണ്, ഈ പുറമേ നൽകുന്ന ഒരു സേവനത്തിൽ ഉൾപ്പെടുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They come under the category either of funeral home or funeral parlor. എന്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെ പ്രൈവറ്റ് മോർച്ചറി, അതായത് പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾക്ക് പറയുമ്പോ ആണ് ചോദിച്ചത് മൊബൈൽ മോർച്ചറിയുടെ, അതൊക്കെ ഇതിന്റെ സേവനത്തിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അതായത് അവർക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മുടെ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1-2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൊബൈൽ മോർച്ചറി പോലെയുള്ള മോർച്ചറി സെറ്റപ്പുകളല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ, നമ്മുടെ 1-2 ദിവസം അല്ലെങ്കിൽ തലേ ദിവസം മരിച്ച് പിറ്റേ ദിവസമാണ് അത് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, മൊബൈൽ മോർച്ചറിയിലുള്ള അതായത് ഫ്രീസേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിൽ എത്തിച്ച് അതിനുള്ളിൽ വെക്കും അല്ലെ. അത് 1-2 ദിവസത്തേക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒത്തിരി ദിവസം നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ റിലേറ്റീവ്സ് വരുള്ളൂന്നുണ്ടെങ്കിൽ നമുക്കത് വീടുകളിൽ സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പ്രൈവറ്റ് മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കും. ആവശ്യമായിട്ട് ആ ഒരു മരണാനന്തര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു തീയതി ആ സമയം അനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ അതിന് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ സേവനങ്ങളും അവർ ലഭ്യമാക്കുന്നുണ്ട്. അത് അവരുടെ ആവശ്യക്കാരുടെ അനുസരിച്ച് അവരെല്ലാ സേവനങ്ങളും അവർക്ക് ലഭ്യമാക്കി നൽകുന്നുണ്ട്. ക്ലിയർ ആയോ പ്രൈവറ്റ് മോർച്ചറി? പ്രൈവറ്റ് മോർച്ചറി ക്ലിയർ ആയോ? 3 ടൈപ്പ് ഓഫ് മോർച്ചറി ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. അതായത് മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിലൊരു 5 പോയിന്റ്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 പോയിന്റ് ആണ് പറയാനുള്ളത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ. The mortuary
occupancy register is updated precisely. ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് മോർച്ചറിയിൽ എത്ര ഡെഡ് ബോഡീസ് എന്താണ് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും, നിലവിൽ എത്ര എണ്ണമുണ്ട്, അല്ലെങ്കിൽ എത്ര വേക്കന്റ് ആയിട്ട് കിടക്കുന്നവയുണ്ട്, അതുപോലെ എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് പോസ്റ്റ്മോർട്ടം പോലെയുള്ളവ എത്ര എണ്ണം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ രജിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ, റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെയുള്ള ഒക്യുപ്പൻസി രജിസ്റ്ററുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആക്കി വയ്ക്കുക. അതാണ് ഒന്നാമതായി പറയുന്നത് കാര്യം. രണ്ടാമത്തേത് നോക്കിയേ, the necessary temperature of the mortuary is observed and sustained. ആ മോർച്ചറിയിൽ നമ്മൾ പറഞ്ഞു കോൾഡ് ചേമ്പേഴ്സിലാണ് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്തത്. അവിടെ ആ ടെമ്പറേച്ചർ റേഞ്ച് കൃത്യമായിട്ട് അവിടെ പാലിച്ചിരിക്കണം അല്ലെ. ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം. കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിലാണ് അവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുക സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക, അത് നിലനിർത്തുക, കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തുക. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് വൺ നോക്കി, ക്ലീൻനെസ് ആൻഡ് ക്ലീൻനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. വൃത്തിയുള്ളതും അടക്കം ചിട്ടയുമുള്ളതായിട്ട് ആ ഒരു മോർച്ചറി എൻവയോൺമെന്റ് നിലനിർത്തുക. മോർച്ചറി എങ്ങനെയായിരിക്കും വളരെ വൃത്തിയുള്ളതും അടക്കം ചിട്ടയുമായിട്ട് നിലനിർത്തുക. നെക്സ്റ്റ് പോയിന്റ് എന്താ, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം, മോർച്ചറിയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. കാരണം എന്താ, അവിടെ പല രീതിയിലുള്ള പല കേസസിലുള്ള അല്ലെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എവിഡൻസുകൾ തെളിവുകൾ നശിപ്പിക്കാനായിട്ട് എന്താണ് പല ശ്രമങ്ങളും നടന്നു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡെഡ് ബോഡീസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കണം. അപ്പൊ ഡെഡ് ബോഡീസ് ഒക്കെ കളഞ്ഞു പോകുകയും എന്താണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കുകയോ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വരുന്ന അതിന്റെ ആ റിപ്പോർട്ട് കാര്യങ്ങള് എവിഡൻസുകളൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സുരക്ഷിതത്വം അവിടെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി സുരക്ഷിതത്വം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക എന്നത് ആ ഒരു മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് and agendas are strictly sustained at all time. Infection control standards, infections control ചെയ്യണം അല്ലെ. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുക. ആൻഡ് അജൻഡാസ്, എന്താണ് അജൻഡാസ്, പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് സ്ട്രിക്ട്ലി എന്ത് ചെയ്യുക, നിലനിർത്തുക. അതൊക്കെ നിലനിർത്തുന്ന വഴി ആ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുകയും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ മികച്ചതായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് എല്ലാ സമയവും ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാലിച്ചു പോവുക. എന്തൊക്കെയാ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ ആ ഒരു ഒക്യുപ്പൻസി രജിസ്റ്റർ, മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രജിസ്റ്റേഴ്സും അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക, അപ്ഡേറ്റഡ് ആയിട്ട് വയ്ക്കുക. രണ്ടാമത് എന്താ പറഞ്ഞേ, അവിടെ ആ ഒരു സ്റ്റോറേജ് ചേമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ആ ടെമ്പറേച്ചർ കൃത്യമായിട്ട് നിലനിർത്തുക, അത് എപ്പോഴും നിലനിർത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. മൂന്നാമത് എന്താ, ക്ലീൻനെസ് ആൻഡ് ക്ലീൻലിനെസ്, അതായത് വൃത്തിയുള്ളതും അടക്കം ചിട്ടയുമുള്ളതാക്കി മോർച്ചറി എൻവയോൺമെന്റ് എപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തുക. നെക്സ്റ്റ് പറഞ്ഞ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അത് നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുക, എല്ലാ നടപടിക്രമങ്ങളും നടത്തുക, അത് കൃത്യമായിട്ട് എല്ലാ സമയത്തും അത് പാലിച്ചുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പോയിന്റ്സ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ക്ലിയർ ആയോ ആ 5 പോയിന്റ്സും? ഓക്കെ, നമ്മളിപ്പോ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഓട്ടോപ്സി. ഈ ഓട്ടോപ്സി ഒരു 2 ടൈപ്പ് ഓട്ടോപ്സിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഓട്ടോപ്സി? പോസ്റ്റ്മോർട്ടം അല്ലെ. പോസ്റ്റ്മോർട്ടത്തിനല്ലേ നമ്മൾ ഓട്ടോപ്സി എന്ന് പറയാം. അപ്പൊ ഓട്ടോപ്സി എന്താന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ, ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചോ, ജനറൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓട്ടോപ്സി. An examination of body after death. An examination of body
after death. Autopsy എന്താണ് പറയുന്നത്? An examination of body after death. An examination of body after death. An examination of body after death. To determine the exact cause of death. To determine the exact cause of death. To determine the exact cause of death. Autopsy is an examination of body after death. Examination of body after death to determine the exact cause of death. To determine the exact cause of death. എന്താ autopsy എന്ന് പറഞ്ഞാല് അവിടെ മരണത്തിന് ശേഷം അല്ലെ, മരിച്ചതിന് ശേഷം ബോഡി എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ബോഡി എക്സാമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്? ടു ഡിറ്റർമൈൻ, എന്ന് നിശ്ചയിക്കാനാണ്. ദ എക്സാക്ട് കോസ് ഓഫ് ഡെത്ത്, കൃത്യമായ മരണ കാരണം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡീസ്, ആ ബോഡി എന്ത് ചെയ്യുന്നു? പരിശോധനകൾ നടത്തി ആ മരണ കാരണം കൃത്യമായിട്ട് കണ്ടെത്തുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓട്ടോപ്സി അല്ലെ. കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് മരണ കാരണം മരണ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയർ. Okay, then autopsy, literally meaning self-study of a corpse, is carried out for clinical as well as medico-legal purposes. Corpse എന്ന് പറഞ്ഞാൽ എന്താ? മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം അല്ലെ. അപ്പൊ മൃതദേഹം അല്ലെങ്കിൽ ശവശരീരത്തിന്റെ സ്റ്റഡി ആണെങ്കിൽ പഠനമാണ് നമ്മൾ ഓട്ടോപ്സിയിൽ ചെയ്യുന്നത്. ഓട്ടോപ്സി രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, രണ്ടാമതാണ് മെഡിക്കോ ലീഗൽ പർപ്പസസ്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, സെക്കൻഡ് വൺ ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യം ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ അതിന്റെ ടേം ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി, ലൂസ്ലി ടേം ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ഓൾസോ നോൺ ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയാം. ക്ലിയർ ആയോ? Then it's carried out to diagnose the disease which has led to the mortality when anti-mortem efforts have failed. ഇനി ഇതിന് വേണ്ടിയിട്ടാണ് ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ടു ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്, ആ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട്. വിച്ച് ഹാസ് ലീഡ് ടു ദ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് മരണനിരക്ക് അല്ലെങ്കിൽ ആ ഒരു മരണം സ്ഥിരീകരിക്കണം. മരണത്തിലേക്ക് ഏത് രോഗമാണോ ആ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ചത്, ആ മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? നിശ്ചയിക്കുക അല്ലെങ്കിൽ നിർണയിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ is carried out to diagnose the disease which has led to the mortality. ആ മരണത്തിലേക്ക് നയിക്കപ്പെട്ട ആ രോഗം എന്താണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് നിർണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. Even anti-mortem efforts have failed. എന്താണ് ആന്റിമോർട്ടം? മരണത്തിന് മുൻപ് ഉള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യാം? പരാജയപ്പെടുമ്പോൾ. കാരണം പെട്ടെന്ന് ഒരാൾ മരിക്കുകയാണെന്ന് വിചാരിച്ചത്, അയാൾക്ക് അതിന് മുൻപൊന്നും മറ്റു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് നമ്മൾ കണ്ടാലേ കുഴഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റെന്തെങ്കിലും കാരണത്താല് പെട്ടെന്ന് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് മറ്റൊരു രോഗമുള്ളതായിട്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ ആ വ്യക്തി മരിച്ചു പോയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മരണത്തിന് മുൻപ് രോഗനിർണയം നടത്താനായിട്ട് സാധിക്കുന്നില്ല അല്ലെ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരിച്ചതിന് ശേഷമുള്ള രോഗനിർണയങ്ങളല്ലേ നടത്താൻ പറ്റുള്ളൂ. മരണത്തിന് മുൻപ് നമുക്ക് രോഗനിർണയം ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്തുകൊണ്ടാണ് ഒരു മരണത്തിലേക്ക് നയിച്ച ആ ഒരു കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ?
ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താന്നുള്ളത്? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്? ഇസ് ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു മരണ കാരണം, ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയെ ആ മരണത്തിലേക്ക് നയിച്ചതുള്ള ആ ഒരു രോഗം എന്താണ്, അതിന്റെ ആ ഒരു രോഗത്തിന്റെ നേച്ചർ, അതുപോലെ രോഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? രോഗനിർണയം നടത്തണം അല്ലെ? ഇന്ന രോഗമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ആ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നതിൽ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ആവശ്യമായിട്ട് വരുന്നത്. രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞതാണ് നമ്മള്, അതായത് അവർ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നോർമലി നമുക്ക് വേറൊരു അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മരിക്കുന്നതിന് മുൻപ് നമുക്ക് അവരുടെ രോഗനിർണയം നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏത് രോഗമാണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമുക്ക് അവരെ പ്രതീക്ഷാൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ്, രോഗനിർണയം നമുക്ക് മരണത്തിന് മുൻപ് നമുക്ക് ആ ഒരു ശ്രമം ചെയ്യാനായിട്ട് നമുക്കത് പരാജയത്തിലാണ് അല്ലെ? നമുക്ക് മരിച്ചുപോയില്ലേ അയാള്, അപ്പൊ അതിന് മുൻപിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്? ഒരു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവരെ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്ത് അവരുടെ ആ ഒരു മരണ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമതായിട്ട് വരുന്ന പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വ്യക്തി അവർ നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണ്, എന്നാൽ കൂടി അവർക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അവർക്ക് ചെറിയ രീതിയിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടി ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അവര് പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അവർക്ക് ഒരു ഡൗട്ട്, അതിപ്പോ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് മാത്രമായിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ ഷുഗർ പ്രോബ്ലം ഉണ്ടാവോ അല്ലെങ്കിൽ BP-യുടെ പ്രോബ്ലം ഉണ്ടാവോ, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ മരണപ്പെട്ടത് ഏത് കാരണത്താലാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് നമ്മൾ അവർക്ക് മരണത്തിന് മുൻപ് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് രോഗനിർണയം നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി അവർക്ക് മരണത്തിന് മുൻപ് തന്നെ അവരുടെ രോഗനിർണയം നടത്തിയിട്ടുണ്ട്. ഇന്ന രോഗങ്ങൾ അവർക്ക് ഉണ്ടെന്നുള്ളത്. എന്നാൽ അതിൽ ഏതാണ് അവർ മരിക്കാനുണ്ടായതായിട്ടുള്ള കൃത്യ കാരണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പർപ്പസിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. കിട്ടിയോ? രണ്ട് പർപ്പസും ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മളൊന്ന് വായിക്കാം കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. രണ്ട് പർപ്പസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. അല്ലെ? ആ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു രോഗം എന്താണ്, അതിന്റെ ആ ഒരു സ്വഭാവം, രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യും. എങ്ങനത്തെ കേസിലാണ്? ആന്റിമോർട്ടം അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ്. മരണത്തിന് മുൻപ് നമുക്ക് രോഗനിർണയം നടത്താൻ സാധിക്കാതെ വരുന്ന ഒരു അവസരങ്ങളിൽ നമുക്ക് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സിയിലൂടെ ആ മരണപ്പെട്ട വ്യക്തി ഏത് കാരണത്താലാണ് മരണപ്പെട്ടത്, ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി തെളിയിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ടു സ്റ്റഡി പാത്തോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. അതായത് അവരുടെ മരണ കാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓട്ടോപ്സി നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രയർ ടു ഡെത്ത്. മരണത്തിന് മുൻപ് നമ്മൾ ഓൾറെഡി അവർക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ടെന്ന് രോഗനിർണയം നടത്തിയിട്ടുണ്ട്. അതിൽ ഏത് രോഗമാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്ത് രണ്ടാമത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. കിട്ടിയോ? രണ്ട് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സിയും ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്ന് അതിന്റെ പർപ്പസസ് ക്ലിയർ ആയോ? ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് കേട്ടോ, മരിച്ചതിന് മുൻപ് അല്ലെങ്കിൽ മരണത്തിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. രണ്ട് പോയിന്റ്സും കിട്ടിയോ? ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താന്ന് ക്ലിയർ ആയോ?
ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അവിടെ രോഗനിർണയമാണ് നടത്തുന്നത് അല്ലെ. മരണത്തിലേക്ക് നയിച്ച ഒരു രോഗം എന്താണ്, ആ രോഗനിർണയമാണ് നടത്തുന്നത്. അവിടെ രണ്ട് പർപ്പസ് പറയുന്നത് എന്താ, ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരണപ്പെട്ട വ്യക്തികളാണെങ്കിൽ നമുക്ക് അവിടെ രോഗനിർണയം നടത്താനുള്ള സമയം ഉണ്ടായിരുന്നില്ല അല്ലെ. മരണത്തിന് മുമ്പ് നമുക്ക് രോഗനിർണയം നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവര് മരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്ത് നമുക്ക് ആ ഒരു മരണ കാരണം കണ്ടെത്താം. രണ്ടാമത്തെ പർപ്പസ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള. അതായത് അവർക്ക് ഓൾറെഡി നമുക്കറിയാം ഇന്ന രോഗങ്ങളായിട്ട് ഇവർ ചികിത്സയിലൊക്കെ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്, ഇന്ന രോഗങ്ങൾ ഉണ്ടെന്ന്. എന്നാൽ അവർ പെട്ടെന്ന് മരണപ്പെടുമ്പോ ഇതിൽ ഏത് രോഗമാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഇതാണ് രണ്ട് പർപ്പസ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഓഫ് ഓട്ടോപ്സി ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയില് ML ഓട്ടോപ്സി ഓക്കെ ഈസ് എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് പീരീഡും ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണമെങ്കിൽ തരാം. ബ്രേക്ക് വേണോ? ഓക്കെ, ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വന്നാലും മതി. എത്ര 37 42 ഒക്കെ ആകുമ്പോഴേക്കും ചെയ്താൽ മതി കേട്ടോ. ഇതിന് ശേഷം മതിയോ? ഓക്കെ, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാം. Medico legal autopsy അല്ലെങ്കിൽ ML autopsy is executed with the aim of providing answers to questions about the identity, cause of death, time of death and situations of death, etc. is benefiting the law enforcing agencies to settle the crime. A medico legal autopsy അല്ലെങ്കിൽ ML autopsy എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? is executed with the aim of providing answers to questions. ഇവിടെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്ന് പറയുന്നത് അവിടെ കുറച്ച് ആൻസേഴ്സ് കിട്ടണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് വഴി കിട്ടേണ്ടത്. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് നോക്കി? about the identity, ആ മരിച്ച ആളുടെ അല്ലെങ്കിൽ ആ ഒരു മരിച്ച വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി, അവരുടെ ആരാണെന്ന് തിരിച്ചറിയണം അല്ലെ. അതാണ് ഒന്നാമത്തേതായിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് ആരാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡന്റിറ്റി എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ സെക്കൻഡ് വൺ എന്താ? കോസ് ഓഫ് ഡെത്ത്, അവര് മരിക്കാനുണ്ടായ മരണ കാരണം എന്താണെന്ന് കണ്ടെത്തണം. ടൈം ഓഫ് ഡെത്ത്, ആ മരിച്ച സമയം അല്ലെ, മരണവുമായി ബന്ധപ്പെട്ട ആ മരിച്ച സമയം ഏകദേശം എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം. സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, മരിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു സന്ദർഭം എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് വഴി കിട്ടേണ്ടത്. is benefiting the law enforcing agency to settle the crime. ഇത് ആർക്ക് പ്രയോജനപ്രദമാണ്? ലോ എൻഫോഴ്സിംഗ് ഏജൻസി അല്ലെങ്കിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് പ്രയോജനപ്രദമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയുള്ള ക്രൈംസ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആർക്കാണ്? ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക്, നിയമനിർവഹണ ഏജൻസിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് വഴി ലഭിക്കുന്നത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ML ഓട്ടോപ്സി എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ആ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ ഒരു മരണകാരണം, അതുപോലെ എന്താ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ, ആ ഒരു ക്വസ്റ്റ്യൻസിലാണ് ആൻസേഴ്സ് ലഭിക്കേണ്ടത്. അതായത് ആ വ്യക്തി മരിച്ച ആ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി, ആ ഒരു വ്യക്തിത്വം, ആരാണ് മരണപ്പെട്ടത് എന്നറിയണം. അതുപോലെ തന്നെ ആ മരണ കാരണം അറിഞ്ഞിരിക്കണം. അതുപോലെ ആ ഒരു മരണത്തിന് നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത് സംഭവിക്കാൻ, മരണം സംഭവിക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സന്ദർഭം എന്താണ് എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ആൻസേഴ്സ് കിട്ടുന്നത് വഴി അതൊരു എവിഡൻസ് ആണ് കളക്ട് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ഓട്ടോപ്സി ചെയ്യുന്നത് വഴി ആ എവിഡൻസ് കിട്ടുമ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ആ ലീഗൽ ആയിട്ടുള്ള അതായത് ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക്, നിയമനിർവഹണ ഏജൻസികൾക്ക് ആ എവിഡൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു കുറ്റകൃത്യത്തെ പരിഹരിക്കാൻ, അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്താണെന്നുള്ളത് ക്ലിയർ ആയോ?
ഓക്കെ, ML ഓട്ടോപ്സി എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ അവിടെ ആ ഒരു മരണ കാരണം അല്ലെങ്കിൽ ഏത് രോഗമായിട്ടാണ് അവർ മരണപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്താനാണ്. എന്നാൽ ML ഓട്ടോപ്സിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ എന്താണ്, ആ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി അറിയണം, ആ ഒരു മരണ കാരണം അറിയണം, അതുപോലെ മരണം നടന്നിട്ട് എത്ര സമയമായി, ഏതൊരു സന്ദർഭത്തിലാണ് മരണം ഉണ്ടാവാനായിട്ട് കാരണമായ സന്ദർഭം എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആൻസേഴ്സ് അവിടെ കിട്ടിയിരിക്കണം. അപ്പൊ അതുവഴി നമുക്ക് ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തെ ആ ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ML എന്നാണ് കേട്ടോ അവിടെ, ML ഓട്ടോപ്സി, പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. അപ്പൊ ML ഓട്ടോപ്സിയുടെ പർപ്പസ് നമ്മൾ പഠിച്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. അവിടെ ആ ഒരു കൃത്യമായിട്ടുള്ള മരണ കാരണം അല്ലെ, അതുപോലെ മരണത്തിന്റെ ആ ഒരു മരണ രീതി എങ്ങനെയാണ്, ആ ഒരു രീതിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പർപ്പസ്. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. അവരുടെ ആ ഒരു കൃത്യമായ മരണ കാരണവും ആ മരണ രീതിയും എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. രണ്ടാമത്തെ പർപ്പസ് എന്താ, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. ആ മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, ആരാണ് ആ മരിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ പർപ്പസ് പറയുന്നത്. തേർഡ് വൺ നോക്കിയേ, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. മരണം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫോർത്ത് വൺ എന്താ, ടു കളക്ട് ട്രേസ് എവിഡൻസ്. രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ എന്ത് ചെയ്യുക, കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ML ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫിഫ്ത് വൺ ആണ് റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പുനരാവിഷ്കരണം. ആ കുറ്റകൃത്യം നടന്ന ആ സ്ഥലത്തിന്റെ പുനരാവിഷ്കരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ CBI ഡയറക്ട് ഗ്രൂപ്പ് പോലെ CBI സിനിമയിലെ CBI ഡയറക്ട് ഗ്രൂപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിൽ നമ്മളിങ്ങനെ കുറ്റകൃത്യം ചെയ്ത ആ ഒരു സീൻ അവർ എന്ത് ചെയ്യും, ഈ എവിഡൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരത് എന്താ ഡെമ്മയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടില്ലേ? ആ സീൻ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ പുനരാവിഷ്കരിച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? സിനിമയൊന്നും കാണാറില്ലേ നിങ്ങള്? ആ ഡെമോ ചെയ്ത് നോക്കുന്നത്, ഇപ്പൊ ഡെമ്മി പോലെയുള്ളതൊക്കെ ഡെമോ കൂടെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആ ഒരു എവിഡൻസ് ഒക്കെ അവർക്ക് കിട്ടുന്ന വഴി അവർ ആ ഒരു എവിഡൻസ് കിട്ടിയതൊക്കെ കൃത്യമായിട്ടാണോ, കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ അതുപോലെയുള്ള റീക്രിയേഷൻ, അതായത് ആ കുറ്റകൃത്യം നടന്ന ആ ഒരു സ്ഥലം, ആ ഒരു സന്ദർഭം ഒക്കെ റീക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ പുനരാവിഷ്കരിച്ചത് ചെയ്ത് നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ML ഓട്ടോപ്സിയുടെ പർപ്പസിൽ വരുന്നതാണ്. ML ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണ്, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. ആ മരണമടഞ്ഞ ആ ഒരു മരണത്തിന്റെ ആ ഒരു കാരണം, കൃത്യമായിട്ടുള്ള കാരണവും മരണ രീതിയും എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്താൻ. രണ്ടാമത് എന്താ പറയുന്നത്, ആ ഒരു മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലെ, വ്യക്തിത്വം കണ്ടെത്താൻ വേണ്ടിയിട്ട്. മൂന്നാമത് എന്താ പറഞ്ഞേ, ആ മരണമടഞ്ഞ സമയം അല്ലെ, മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ രേഖകള് എന്ത് ചെയ്യുക, തെളിവുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ക്രൈം സീൻസ്, കുറ്റം നടന്ന അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്ന ആ ഒരു സ്ഥലത്തിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടും ML ഓട്ടോപ്സി പർപ്പസ്, അതാണ് പ്രധാനമായിട്ടും ML ഓട്ടോപ്സി ചെയ്യുന്നതായിട്ട് വരുന്ന പർപ്പസസ് ഇതൊക്കെയാണ്. കിട്ടിയോ? ആ ഒരു ML ഓട്ടോപ്സി ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പോയിന്റ് വരുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ലാസ്റ്റ് ഭാഗം വിചാരിച്ചത് വിട്ടുകളയരുത് കേട്ടോ. Even though the procedure of both the autopsies is the same, they differ in some aspects. ഒട്ടുമിക്ക കാര്യങ്ങളും രണ്ട് ഓട്ടോപ്സിയിലും നമ്മളിവിടെ പഠിച്ചേ, രണ്ട് ഓട്ടോപ്സിയിലും വരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ്, സെയിം തന്നെയാണ്. ഒട്ടുമിക്കതും സെയിം തന്നെയാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ യൂഷ്വലി ഇത് ക്ലിനിക്കൽ ഓട്ടോപ്സിക്ക് ഇനി വരുന്ന സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. Usually the clinical autopsy is performed by the pathologist. Clinical autopsy ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റുകളാണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ചോദിക്കാറുണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന വ്യക്തി ആരാണ്? ഏത് ഫീൽഡിലുള്ള ആളാ? ഒരു പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്.
ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ആരാ? ബൈ എ ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. അത് രണ്ടും ഒന്നാണ്ടല്ലേ ചെയ്തിരുന്നു കേട്ടോ. ലാസ്റ്റ് ഭാഗമാണ് എന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി is performed by the പാത്തോളജിസ്റ്റുകളാണ് പെർഫോം ചെയ്യുന്നത്. ML ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുകളാണ്. ഇനി ആരാണ് പാത്തോളജിസ്റ്റുകള്? പാത്തോളജിസ്റ്റുകൾ ആരാ? ആരാ പാത്തോളജിസ്റ്റ്? ആരാ പാത്തോളജിസ്റ്റ്? നോട്ട് ചെയ്യണോ? പാത്തോളജിസ്റ്റ് ആരാണെന്ന് എഴുതണോ? അതെ, സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. എന്താണ്? മെഡിക്കൽ ഡോക്ടർ ആണ് അല്ലെ? ഒരു ഡോക്ടർ ആണ് ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ ദി അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡിസീസ് അല്ലെ? രോഗകാരണങ്ങള് ആ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തി അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആര്? പാത്തോളജിസ്റ്റുകൾ അല്ലെ? പാത്തോളജിസ്റ്റുകൾ. ഇപ്പൊ എന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങളിൽ ഉണ്ടോ നോട്ട്? ആരാണ് പാത്തോളജിസ്റ്റിനുള്ളത്? നോട്ട്സ് ഇല്ല? നമ്മൾ നോട്ട് എഴുതിയെടുത്തോ കേട്ടോ. പാത്തോളജിസ്റ്റ് ആരാന്നുള്ളത് ഒന്ന് എഴുതിയെടുത്തോ. പാത്തോളജിസ്റ്റ്, എ ഡോക്ടർ സ്റ്റഡി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് പാത്തോളജി അല്ലെ? പാത്തോളജി എന്ന് പറയുന്നതാണ് സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ? പാത്തോളജി ആണത്. പാത്തോളജിസ്റ്റ് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ പാത്തോളജിസ്റ്റ് എന്താണെന്ന് എഴുതി വെച്ചേ. എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ a doctor who specialize in a doctor who specialize in a doctor who specialize in understanding the nature a doctor who specialize in understanding the nature a doctor who specialize in understanding the nature and cause of disease and cause of disease. A doctor who specializes in understanding the nature and cause of disease. Understanding the nature and cause of disease. Nature and cause of disease. A doctor who specializes in understanding the nature and cause of disease. കിട്ടിയോ? പാത്തോളജിസ്റ്റുകള്. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഡോക്ടർ ആണ് അല്ലെ? എന്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്? ഒരു രോഗകാരണങ്ങളും രോഗത്തിന്റെ സ്വഭാവങ്ങളും അല്ലെ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സ്റ്റഡി ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ. ഇനി ആരാണ് ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്? ഫോറൻസിക് എക്സ്പേർട്ടുകൾ കേട്ടിട്ടില്ലേ? ഫോറൻസിക് എക്സ്പേർട്ട് ആരാണെന്ന് എഴുതി വെച്ചോട്ടോ. Forensic expert. Forensic expert is a medical doctor. Forensic expert is a medical doctor. Is a medical doctor who specializes in. Forensic expert is a medical doctor who specializes in performing autopsies, who specializes in performing autopsies and determine the cause and determine the cause and determine the cause and manner of death. Determine the cause and manner of death. Forensic expert is a medical doctor who specializes in performing autopsies and determine the cause and manner of death. കിട്ടിയോ? ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടർ ആണ് അല്ലെ? അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഓട്ടോപ്സി പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓട്ടോപ്സി പ്രൊസീജിയേഴ്സ്
ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ആര്? ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ്. അവർ എന്തിനാ ഓട്ടോപ്സി ചെയ്യുന്നത്? ആൻഡ് ഡിറ്റർമിൻഡ് എന്താണ് നിശ്ചയിക്കേണ്ടത് അവിടെ? ദ കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. ആ മരണത്തിന്റെ ആ ഒരു കാരണം, മരണ രീതിയൊക്കെ ഡിറ്റർമിൻ നിശ്ചയിക്കാനായിട്ട്, നിർണ്ണയിക്കാനായിട്ട് ഓട്ടോപ്സി പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഫോറൻസിക് എക്സ്പേർട്ടുകള്. ഫോറൻസിക് എക്സ്പേർട്ട് പെർഫോം ചെയ്യുന്ന ഓട്ടോപ്സി ഏതാണ്? ML ഓട്ടോപ്സി അല്ലെ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഇനി പാത്തോളജിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഓട്ടോപ്സി ഏതാ? ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. 5 minutes ബ്രേക്ക് തരാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇത്രയും ഭാഗം പഠിപ്പിച്ചതില്? ഓക്കെ, ഒരു 5 minutes നിങ്ങളൊന്ന് ഒരു 5 minutes എടുത്തോട്ടോ. ഒരു 55 ഒക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീവ് ചെയ്ത് പോകണ്ട കേട്ടോ, ആരും ലീവ് ചെയ്ത് പോകണ്ട. ജസ്റ്റ് ഒന്ന് നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഞാനിവിടെ മൈക്കും ക്യാമറയൊക്കെ ഓഫ് ചെയ്തേക്കാം. ജസ്റ്റ് ഒരു 5 minutes കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എഴുതാറുണ്ട്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി പോവാം. നിങ്ങൾക്ക് പോർഷൻസ് അപ്പൊ അത്രയും കവർ ചെയ്ത് പോവാലോ. അതിന് വേണ്ടിയാണ് കേട്ടോ. ഒരു 5 minutes ബ്രേക്ക് എടുത്തോ കേട്ടോ. എല്ലാവരും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും, അതുകൊണ്ട് തന്നെ ലീവ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 5 minutes നിങ്ങളൊന്ന് വെള്ളം കുടിച്ചൊന്ന് റിഫ്രഷ് ആയിട്ടിരിക്കുക കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആയോ ഈ ചാപ്റ്റർ? ഓക്കെ, എന്നാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തൊരു 5 ക്വസ്റ്റ്യൻസ് ചെയ്താം. ML ഓട്ടോപ്സി പറയണം. ഓക്കെ, ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഇതിൽ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ആ മരണ കാരണം കണ്ടെത്തണം, അതുപോലെ മരിച്ച ആളുടെ ഐഡന്റിറ്റി, അല്ലെ, മരിച്ച ആൾ ഏത് വ്യക്തിയാണ് എന്നുള്ളത് ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടി, അവരുടെ ആ ഒരു വ്യക്തിത്വം ഏതാണ് ആ ഒരു ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്, മരണ കാരണം, ഒരു മരിച്ചതുമായി ബന്ധപ്പെട്ട ആ ഒരു മരണ കാരണം എന്താണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ ആ ഒരു ടൈം ഓഫ് ഡെത്ത്, മരണമടഞ്ഞ ആ ഒരു സമയം, അല്ലെ, ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എത്ര സമയമായി ഇവർ മരിച്ചിട്ട് എന്നുള്ളത് കണ്ടെത്തണം. അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അവർ മരിക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ, സന്ദർഭം എന്താണ് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലോ എൻഫോഴ്സിംഗ് ഏജൻസികൾക്ക്, നിയമനിർവഹണ ഏജൻസികൾക്ക് അവരുടെ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എവിഡൻസുകൾ കിട്ടുന്നത് വഴി അത് ആ ക്രൈമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് പ്രയോജനപ്രദമാണ് ഇങ്ങനെയുള്ള എവിഡൻസ് കിട്ടുന്നത് വഴി. അപ്പൊ അതിൽ പ്രതിക്കുന്ന എല്ലാ പർപ്പസസും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു 5 പർപ്പസിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ആ ഒരു കൃത്യമായിട്ടുള്ള മരണ കാരണം കണ്ടെത്താനും മരണത്തിന്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് കണ്ടെത്താനും വേണ്ടിയിട്ടാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? ആ ഒരു മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. മൂന്നാമതോ എന്താണ്? ടൈമാണ്, സമയം, അല്ലെ, ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫോർത്ത് വൺ എന്തിനാ? ആ ഒരു ട്രേസ് എവിഡൻസ്, അവിടെ എന്താണ് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഫോർത്ത് വൺ ആയിട്ട് വരുന്ന പർപ്പസ്. ഫിഫ്ത് പർപ്പസ് എന്താ പറഞ്ഞേ? റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, പുനരാവിഷ്കരണം, ആ ഒരു കുറ്റം നടന്ന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സീൻ എന്ത് ചെയ്യുക, പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയും ML ഓട്ടോപ്സി പർപ്പസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ML ഓട്ടോപ്സി ക്യാരി ചെയ്യുന്നത്, ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പെർട്ടുകളോ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റുകളുമാണ്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ നോട്ട്സ് എടുത്ത് നിങ്ങള് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. Okay, first question. Mortuary service handles mortuary service handles mortuary service handles mortuary service handles the dash. 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 എന്താ ചെയ്യുന്നേ? മോർച്ചറി സർവീസ് എന്താ ഹാൻഡിൽ ചെയ്യുന്നേ? ഹാൻഡിൽസ് ദി ഡാഷ്. ഡെഡ് ബോഡീസ്, പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്, അല്ലെ, പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്, പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്. Okay, and answer preservation of the dead bodies. Okay, second question. Mortuary is also known as mortuary is also known as mortuary is also known as dash. Mortuary is also known as dash. Very good. Morgue, അല്ലെ, morgue എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു പേരാണ് മോർഗ്. Then third question. The place where dead bodies are observed. The place where
dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. ഏത് പ്ലേസാ? മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് സ്ഥലമാണ്? വെരി ഗുഡ്, റിസപ്ഷൻ അല്ലെ? റിസപ്ഷൻ ഏരിയ ആണ്. ഓക്കെ, റിസപ്ഷനിലാണ് നമ്മൾ ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നതും എക്സാമിൻ എന്താണ് മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതും പരിശോധിക്കുന്നത് അല്ലെ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, the proper space needed for 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 trolley bay is dash. The proper space needed for trolley bay is dash. The proper space needed for trolley bay is dash. Very good. 3 meters square. Like 3 meters square area. Okay. Next question. In negative temperature cold chambers, 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 dead bodies are kept between, dead bodies are kept between, dead bodies are kept between, in negative temperature cold chambers, the dead bodies are kept between dash. Dead bodies are kept between dash. എത്രയാണ് ടെമ്പറേച്ചർ? എത്ര ടെമ്പറേച്ചർ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ? -15 degree Celsius to -25 degree Celsius അല്ലെ? -15 degree Celsius to -25 degree Celsius. Okay. Okay, next question. Expand ML autopsy. 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 Medico legal autopsy. Medico legal autopsy. Medico legal autopsy. Okay. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 6 അല്ലേ ഇത്? Okay, seventh question. Clinical autopsy is performed by. Clinical autopsy is performed by dash. Clinical autopsy is performed by dash. Clinical autopsy is performed by dash. ആരാണ്? ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഭാഗം ശ്രദ്ധിക്കില്ല. Clinical autopsy is performed by dash. ആരാ പെർഫോം ചെയ്തേ? വെരി ഗുഡ്, പാത്തോളജിസ്റ്റ് അല്ലെ? പാത്തോളജിസ്റ്റ്. Okay, pathologist. Clinical autopsy is performed by dash. ഏതാ? pathologist. Okay, next question. The trolley is used in mortuary. The trolley used in mortuary for dash. The trolley is used in mortuary for dash. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രോളി യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടി ട്രോളി യൂസ് ചെയ്യുന്നത്?
എന്തിനു വേണ്ടിയാണ് ട്രോളി യൂസ് ചെയ്യുന്നത്? അത് തന്നെ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡീസ്, ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡീസ്. ഓക്കെ, ട്രാൻസ്ഫർ അല്ല, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡീസ്, അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഓപ്ഷൻസിൽ ഉണ്ടാവുക. അപ്പൊ ഓപ്ഷൻസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ വന്നാലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, the ML autopsy. ഏത് ക്വസ്റ്റ്യൻ ആണ് പറയേണ്ടത്? എല്ലാ ക്വസ്റ്റ്യൻസും പറയണോ? ഏത് നമ്പർ എന്ന് പറയാമോ? 7th ക്വസ്റ്റ്യൻ ആണോ? The trolley used in mortuary for dash. Trolley used in mortuary for dash. The trolley used in mortuary for dash. എന്തിനു വേണ്ടിയാണ് ട്രോളി യൂസ് ചെയ്യുന്ന മോർച്ചറിയില്? For the transportation of dead bodies. 7th question എന്തായിരുന്നു? Clinical autopsy is performed by dash. Clinical autopsy is performed by dash. Pathologist. Pathologist. Okay. Next question. ML autopsy is performed by dash. ML autopsy is performed by dash. ML autopsy is performed by dash. Forensic expert. അല്ലെ, ML autopsy ചെയ്യുന്ന ആരാ? Forensic expert. ML autopsy is performed by dash. ആരാണ്? Forensic expert. ഇപ്പൊ 9 questions അല്ലേ ആയത്? 10th question. Dash is an examination of dead body. Dash is an examination of dead body. Dash is an examination of dead body to determine the exact cause of death. Dash is an examination of dead body to determine the exact cause of death. To determine the exact cause of death. Dash is an examination of dead body to determine the exact cause of death. ഏതാണ് ആ ഒരു ഡെഡ് ബോഡീസിനെ എക്സാമിൻ ചെയ്ത് ആ ഒരു മരണ കാരണം കൃത്യമായിട്ട് കണ്ടെത്തുന്ന ആ ഒരു പ്രൊസീജിയറിന്റെ പേര് എന്താ? ഏതാണ്? ജനറൽ ആയിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയിട്ട് എഴുതണം കേട്ടോ. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതാ? ഓട്ടോപ്സി അല്ലെ? ഓട്ടോപ്സി അല്ലേ നമ്മൾ എഴുതിയത്? പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ചല്ലേ നമ്മൾ എഴുതിയത്? ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. അതിന് പകരം ഡെഡ് ബോഡി എന്നുള്ളൊരു വേർഡ് വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. To determine the exact cause of death. അല്ലെ, രണ്ട് ഓട്ടോപ്സി ചെയ്താലും നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ടത് അവരുടെ ഒരു മരണ കാരണം തന്നെയാണ് അല്ലെ? മരണ കാരണമാണ്. അതിന്റെ കൂടെ ചില ചെറിയ കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ടെന്ന് മാത്രം. പ്രധാനമായിട്ടും ഇവിടെ അവരുടെ മരണ കാരണം തന്നെയാണ് കണ്ടെത്തേണ്ടത്. പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി പ്രൊസീജിയർ വഴിയാണ് നമ്മളത് കണ്ടെത്തുന്നത്. ഓക്കെ, 10 questions ആയില്ലേ? 10 questions ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. ആംബുലൻസ് സർവീസ്. ഇതിൽ നിങ്ങൾ ചാപ്റ്റർ നമ്പർ നോക്കണ്ട, നിങ്ങളുടെ ആ ഒരു മോഡ്യൂൾ വൈസിൽ 28 ആണെന്ന് തോന്നുന്നു. ഓട്ടോപ്സി ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഓട്ടോപ്സി. ഓക്കെ, അപ്പൊ ആംബുലൻസ് സർവീസ് നിങ്ങളുടെ 28 ആയിരിക്കും കിടക്കുക. നിങ്ങളുടെ മോഡ്യൂൾ വൈസ് 28 ആയിരിക്കും നമ്പർ കിടക്കുക. ഇതിലെ നമ്പർ നോക്കണ്ട, പേപ്പർ വൈസ് ആയിട്ടുള്ള നമ്പർ വന്നത് കൊണ്ടാണ് 11 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആംബുലൻസ് സർവീസ് ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പൊ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോട്ട്സ് ഇന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. ഓക്കെ, 28 ആണ് അല്ലെ? ഓക്കെ, 28 ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. അപ്പൊ ആംബുലൻസ് സർവീസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മോർച്ചറിയുടെ പോലെ തന്നെ മോർച്ചറിയുടെ അത്രയും കുറച്ചും കൂടി ലെങ്തി ഉണ്ട്, കാരണം കുറച്ച് ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആംബുലൻസിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ആംബുലൻസ് ഒക്കെ നമുക്ക് കണ്ട് പരിചയമുള്ളതല്ലേ അല്ലെ? നമ്മൾ ആംബുലൻസ് ഒക്കെ നമുക്ക് കാണാൻ എന്താണ് റോഡിലൂടെ പോകുന്നതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ പോകുന്നത് കാണാറുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാല് ചിലർക്കൊക്കെ ചിലപ്പോൾ ആംബുലൻസിൽ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ
ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സേവനമാണ് അല്ലെ. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ഒരു ആംബുലൻസ് സർവീസിന്റെ ഒരു സേവനമാണ് അല്ലെ. ആംബുലൻസ് വരും, നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ആക്സിഡന്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ആ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ആംബുലൻസിന്റെ സേവനമാണ് നമ്മൾ വിളിക്കുക അല്ലെ. ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആംബുലൻസിലെ കുറച്ച് ടൈപ്പ് ഓഫ് ആംബുലൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ആ ഒരു ആംബുലൻസ് ടൈപ്പ് പഠിക്കാനുണ്ട്. അതുപോലെ ഈ ആംബുലൻസിലുള്ള ആ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട ക്രൂ മെമ്പേഴ്സ് അവരുമായി ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ കുറച്ച് പേര് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ആംബുലൻസ് സർവീസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആംബുലൻസ് പ്രധാനമായിട്ടും ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗികളെ എന്താണ് പെട്ടെന്ന് ആക്സിഡൻസ് അല്ലെങ്കിൽ എമർജൻസി പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്കോ മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് ഉള്ളത് അല്ലെ. ഇവിടെ ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും അത് തന്നെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ഒരു സിംബൽസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആംബുലൻസിന് കുറെ സിംബൽസ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാസീവ് ആൻഡ് ആക്റ്റീവ് സിംബൽസ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ ടൈപ്സ് തിരിച്ചെടുക്കുന്നത്, അതുപോലെ ടൈപ്പ് മറ്റേ അവരുടെ ആ ഒരു ലെവൽ ഓഫ് കെയറിനനുസരിച്ച് ആംബുലൻസിന്റെ ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം. ജസ്റ്റ് ഒന്ന് ആംബുലൻസ് സർവീസ് എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അല്ലെ. ആംബുലൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, ഹോസ്പിറ്റൽ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഈ ആംബുലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ നമുക്ക് രണ്ട് രീതിയിൽ ആംബുലൻസിന്റെ ഒരു സേവനം ലഭ്യമാക്കാം. ഒന്നാമത് നമ്മുടെ നോർമൽ ആയിട്ട് ഇപ്പൊ എമർജൻസി പർപ്പസിൽ ഇപ്പൊ പെട്ടെന്ന് വരുന്ന ആംബുലൻസ് എങ്ങനെയായിരിക്കും? അതിൽ മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള ആംബുലൻസ് ആയിരിക്കുമോ വരിക? ആണോ? പെട്ടെന്ന് നമ്മുടെ എന്തെങ്കിലും എമർജൻസി പർപ്പസിന് വേണ്ടി നമ്മൾ ഒരു ആംബുലൻസ് വിളിക്കുമ്പോൾ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയോടും കൂടി ഒരു ആംബുലൻസ് ആയിരിക്കുമോ വരിക? അല്ല അല്ലെ. ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കും അല്ലെ. എന്താ, നമുക്ക് ഈ ആംബുലൻസിനുള്ളില് ഈ ഹോസ്പിറ്റലിനുള്ളിലുള്ള പോലെ തന്നെയുള്ള എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയും കൊടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഐസിയുലൊക്കെ കിടക്കുന്ന പേഷ്യൻസ്, വെന്റിലേറ്ററിൽ ഐസിയുലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കും ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐസിയുലുള്ളവരുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് വേണ്ടി വരും. അങ്ങനെയല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാളാണ് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെന്റിലേറ്റർ മാറ്റി മറ്റേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് വെന്റിലേറ്ററിൽ ഇട്ടാൽ ആള് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ആ ഒരു ആംബുലൻസിലൂടെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഐസിയുലുള്ള അങ്ങനെയുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അതേ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ അതേ മെഡിക്കൽ കെയർ നമ്മുടെ ആംബുലൻസിലൂടെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസുകളും ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളൂ, നമ്മൾ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ടൈപ്പ് ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം വിളിക്കാൻ പറ്റുന്ന ഒരു സേവനമാണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ ആംബുലൻസില് നമുക്ക് ആംബുലൻസിലെ ഒത്തിരി പേർക്ക് ഇപ്പൊ പാരാമെഡിക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാരാമെഡിക്സ്, ആരാ പാരാമെഡിക്സ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാ ഫസ്റ്റ് റെസ്പോണ്ടറിൽ വരിക? അതായത് നമ്മളിപ്പോ അതിൽ പോലീസ് ആവാം, അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്ടുകൾ, അതായത് മെഡിക്കൽ ടെക്നീഷ്യൻസ് ആവാം. അപ്പൊ അവർക്ക് ഈ ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ കൊടുക്കാറില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ, ആക്സിഡൻസ് വന്നാല് അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള, അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവരുടെ ജീവൻ നിലനിർത്തണം വേണ്ടേ? അവരുടെ വഷളായി ആ ഒരു കണ്ടീഷൻ വഷളാവാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡുകൾ, ഇപ്പൊ CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ നമ്മൾ ഉടനടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ആദ്യം എത്തുന്ന വ്യക്തികളാണ്
ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പോലീസ് ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ടെക്നീഷ്യൻസ് ആവാം, അങ്ങനെ അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവര് ആദ്യം തന്നെ വന്ന് അവരുടെ ആ ഒരു എന്ത് ചെയ്യണം, ആദ്യം അവർക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അവരുടെ ആ ഒരു കണ്ടീഷൻ, നിലവിലുള്ള കണ്ടീഷനിൽ തന്നെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലോട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് റെസ്പോണ്ടർ, അതുപോലെ പാരാമെഡിക്സ് എന്ന് പറയുന്നതും ഇതുപോലെ നമ്മുടെ ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ഡോക്ടേഴ്സോ നേഴ്സോ അല്ല, മെഡിക്കൽ ഡോക്ടേഴ്സോ നേഴ്സസോ അല്ലാത്ത മറ്റു മെഡിക്കൽ സ്റ്റാഫുകളാണ് പാരാമെഡിക്സിൽ വരുന്നത്. അവരും ഇതുപോലെ പല രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവർക്ക് അതിനുള്ള സ്കില്ലുള്ള അല്ലെങ്കിൽ എന്താണ് അതിലുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ ലഭിച്ച ആളുകളായിരിക്കും. അപ്പൊ അവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ, എന്നാലേ അവർക്ക് അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ സഹായങ്ങൾ അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവരെ ഉടനടി കൊണ്ടുവരാൻ, പെട്ടെന്ന് വേഗത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ ആംബുലൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് എയ്ഡ് അല്ല മറ്റെന്ത് കാര്യങ്ങളും ഉടനടി അവർക്ക് എന്തെങ്കിലും എമർജൻസി കെയറിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനും ഈ ഒരു ആംബുലൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്, ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഈ ആംബുലൻസിന്റെ സേവനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ആ ഒരു ആംബുലൻസിന്റെ ടേം, അതായത് ഒരു ആംബുലെയർ എന്ന് പറയുന്ന ഒരു ടേമിൽ നിന്നാണ് ഈ ആംബുലൻസ്, ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു വാക്ക് ഓർ ടു മൂവ് എബൌട്ട്, അതായത് നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. ആംബുലൻസ് സർവീസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ 3 ടൈപ്പ് ഓഫ് ആംബുലൻസ് നമുക്ക് പഠിക്കാനുണ്ട്, ഫങ്ഷണൽ ടൈപ്സും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ നോട്ട്സ് ഒന്ന് ഹാൻഡിലായിട്ട് വെച്ചേക്കുക. അപ്പൊ അത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ അതൊന്ന് കയ്യിൽ കരുതിയാൽ മതി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് നാളെ ഇംഗ്ലീഷിന്റെ പീരീഡ് ഇല്ലേ, ഇംഗ്ലീഷിന്റെ ടീച്ചറിന്റെ ഇതുണ്ടല്ലോ. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നാളെ ഒന്ന് കയ്യിൽ കരുതി വെച്ചേക്കാം. ഞങ്ങൾ രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾ ആയിരിക്കും കയറാം കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ആംബുലൻസ് സർവീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ എനിക്ക് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീക്കിലെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുൻപായിട്ട് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം പറയാണ്. നമുക്ക് നാളെ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എനിക്ക് വീട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കല്ലേ പിന്നെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഓണം കഴിഞ്ഞ് പോകുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ, Thank you, Miss. താങ്ക് യു. Same to you, Miss. Happy Onam, Miss. Happy Onam. Happy Onam. Happy Onam, Miss. Thank you. Next week class ഉണ്ടോ മാമേ? പോയാ?